പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. മൈൻക്രാഫ്റ്റ് തന്നെ. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഒരു സങ്കടമായിട്ടുള്ളൊരു വാർത്ത ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടായിരിക്കും ഇവിടെ ഒരു സ്ഥലം. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഏത് സ്ഥലമാണ്, എൻ്റെ വില്ലേജ് എവിടെ. എൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാൻ, ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് അറിയാൻ, ഞാൻ ഒരു വില്ലേജും ഇതുണ്ടല്ല, വില്ലേജ് തപ്പിപ്പോയി ഒരു വില്ലേജ് കിട്ടി. അവിടെ ഞാൻ വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പായി ഇരുന്നപ്പോഴാണ് ബാക്കി 3 എപ്പിസോഡ് വരെ ഞാൻ ചെയ്തത്. ഇത് 4ാമത്തെ എപ്പിസോഡാണേ. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഞാനുണ്ടല്ല ഫസ്റ്റ് നമ്മളെ വില്ലേജ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ബെഡ് പൊട്ടിച്ചെടുത്തിട്ട് ദൂരോട്ടൊക്കെ പോയി കുറച്ച് മൈനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോയി ഞാൻ ദൂരോട്ടൊക്കെ പോയി ഒന്ന് മൈനിങ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണെങ്കിൽ രാത്രിയായപ്പം ബാക്കിൽ ക്രീപ്പർ നിന്നു. ഞാൻ ക്രീപ്പറിനെ കണ്ടില്ല. ക്രീപ്പർ പൊട്ടിത്തെറിച്ചപ്പോൾ എൻ്റെ പകുതി ഹാർട്ടും പോയി. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി എന്നുവെച്ചാൽ അവിടെ ബെഡ് വെച്ച് കിടക്കാൻ പറ്റും. ഹരേ ഗൊമ്മാലേ കണ്ട ക്രീപ്പർ വരുന്നു. പൊട്ടായി എൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറട്ടെ. അയ്യോ, കുഴി കണ്ട ഇതേപോലെ ഒരു കുഴിക്കകത്ത് ഗൈസ്. സൗണ്ട് കുറച്ചിട്ടോട്ടെ. ഇതേപോലെ ഒരു കുഴിക്കകത്ത് എന്ന് വെച്ചാൽ നല്ല വലിയ കുഴിയായിരുന്നത്. അതിൽ നിന്ന് വന്ന് ഞാൻ ഡെഡ് ബോഡിയായി ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ ആ മാപ്പ് അങ്ങ് വിട്ടിട്ട് ഞാൻ പുതിയൊരു മാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞാനൊന്ന് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എക്സ്കേപ്പ് ആവട്ടെ. ഇവിടെ ഇതുവരെ ഞാൻ കുഴിച്ച് ഇതേപോലെ ഞാൻ ഒരു കുഴി വന്ന് വീണത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ആ മാപ്പ് വിട്ടിട്ട് ഒരു പുതിയ മാപ്പ് തന്നെ ഞാൻ എടുത്ത്. എന്നുവെച്ചാൽ ആ വേൾഡിലുള്ള മാപ്പ് ഞാൻ മാറ്റി ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തു. ഈ വേൾഡിൻ്റെ പേര് ഗോഡ് S5 എന്നാണ് ഞാൻ വെച്ചത്. പിന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാതെ വേണ്ടി ഞാൻ ആദ്യമേ ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇവിടെ നിന്നുള്ള എല്ലാ വുഡും ഞാൻ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത്ര ആഴനൊക്കെ കിട്ടി. ഇതൊരു നല്ല സ്ഥലമായിരുന്നു. ഞാൻ സ്പോണായത് അങ്ങ് ഉഗാണ്ടിൽ അങ്ങോട്ടാണ് ഞാൻ സ്പോണായത് ഈ മാപ്പിൽ വന്നപ്പോൾ. ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് ഇതൊന്ന് ഞാനൊന്ന് സെറ്റാക്കി എടുത്ത് ഈ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ എന്നാലും ആ മണ്ടത്തരം കാണിച്ചല്ല. ഇതൊന്നും ഇവിടെ വയ്ക്കട്ടെ. എന്നാലും ഞാൻ അങ്ങനെ കാണിക്കണമായിരുന്നു. എൻ്റെ അബദ്ധത്തിൽ അവിടെ ഉണ്ട് എല്ലാം പോയി ഗൈസ്. ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. ഞാൻ എൻ്റെ പുതിയ വീടിൻ്റെ അകം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഇതാണ്. ഞാൻ ഫുള്ള് ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഇന്ത്യയിൽ ബാക്കി ലൈറ്റ് ഉണ്ട്, 64 ലൈറ്റ് ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് പോകുമ്പം ഇത് ഞാൻ ചുമ്മാ എങ്കിലും ഇതിന് വെച്ചതാണ്. 2 നില വെക്കണം. ഇപ്പോൾ 1 നില ആയതേ ഉള്ളൂ. കണ്ടോ, 2ാമത്തെ നില ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വെക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതെന്തിരുന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇത് കണ്ട, ഇത് ചുമ്മാ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഓരോരോ സാധനങ്ങളിട്ടിട്ട് ഇത് ചെയ്യണം അന്നും എടുത്ത്. പിന്നെ ഇവിടെ ഇതിൻ്റെ പേരെന്തൊരു ഫർണസ് ഉണ്ട്. പിന്നെ കണ്ട ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. പിന്നെ ഇവിടെ 4 ചെസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ 2 ചെസ്റ്റ് കൂടുമ്പോൾ 1 ചെസ്റ്റായി, അങ്ങനെ 4. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ ബെഡ്റൂം. മോജി ഞാൻ ഓജിയാണ് ഗെയിമർ S5. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ച് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇനി തൊട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി തൊട്ട് ഞാൻ ഇതെന്തൊരു മോൺസ്റ്റേഴ്സ് അടുത്തുണ്ടെന്നാ. ഇതാണ് പ്രശ്നം. മോൺസ്റ്റേഴ്സ് അടുത്തുണ്ടെന്ന്. അവിടെ ടോർച്ച് വെച്ചിട്ട് സ്പോണായ ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാൻ ഗൈസ്, ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചിടാൻ അങ്ങടയ്ക്കാം. ഇവിടെയും കൂടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചടയ്ക്കാം. ഓക്കെ, ഇനി കിടക്കാമല്ലേ.
കിടക്കാൻ പറ്റില്ല. ഇതെന്തിന് പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. ഇനി ഇതാണ് പ്രശ്നം. ഞാൻ ഇവിടെ ഒരു കുഴിയെടുത്ത് ഇതിൻ്റെ അകത്ത് ബെഡ് വെച്ചിട്ട് കയറാം. ഇനി അടയ്ക്കാം, ഇതും അടയ്ക്കാം, ഇനി കിടക്കാം. ഓ ഉറങ്ങി കണ്ട. ഇപ്പം മോൺസ്റ്റേഴ്സ് ഇല്ല, അപ്പം നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങാം ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്. ഓക്കെ, ഞാൻ എണീറ്റിട്ടുണ്ട്. എന്തൊരു ഗൈസ്, ഞാൻ എൻ്റെ ബെഡൊന്ന് പൊട്ടിച്ചെടുത്തോട്ടെ. ഓക്കെ, പൊട്ടിച്ചെടുത്ത് ഇവിടെ തൽക്കാലത്തേക്ക് ഇതൊന്ന് വെച്ചേക്കാം. ഇപ്പോഴത്തേക്ക് മാത്രം ഈ ബെഡും കൂടെ നമുക്ക് ഒന്നിങ്ങോട്ട് വെക്കാൻ പറ്റില്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ടായിട്ട് തൽക്കാലത്തേക്ക് ബെഡ് ചെക്ക് പോയിൻ്റ് റീസെറ്റ് ആക്കാം. ഇന്നത്തെ വീഡിയോ എന്തിരുന്നു. പിന്നെ ഗൈസ്, ഈ വേൾഡ് തന്നെ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നു. പിന്നെ നിങ്ങളെ കുറേ ലാഗൊന്നും ഞാൻ അടുപ്പിക്കാതെ നേരെ കളിക്കാമെന്ന് വിചാരിക്കാം ഗൈസ്. ഓക്കെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തിരുന്ന് പറഞ്ഞാൽ അതാണ്ട ഗൈസ്. ഇവിടെ ഒരു സ്ഥലം കണ്ട, ഈ സ്ഥലം ഫുള്ളും എനിക്കൊന്ന് നല്ലതാക്കണം. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഞാൻ അപ്പോൾ കുറച്ച് ഓഗൊക്കെ വെച്ച് അവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഗൈസ്, നമുക്ക് അടുത്ത പാർട്ടിയിൽ ഇതൊക്കെ ചെയ്യാം. ഇന്നത്തെ പാർട്ടിയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. കണ്ട, ഒരു പാലം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി. കണ്ട, എൻ്റർമാനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സ്ഥലം ഫുള്ള് എനിക്ക് കാണാം ഗൈസ്. ഇവിടെ ഞാൻ കുറച്ച് ഫാർംസൊക്കെ, ഓട്ടോമാറ്റിക് ഫാർംസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ലോകം ഒപ്പിച്ചിട്ട് ഇവിടെ ഒരു പ്രോപ്പർ പാലം ഉണ്ടാക്കി വയ്ക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ്, എൻ്റെ ക്യാരക്ടറും കൂടെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം റിയൽ ലൈഫിലുള്ള എൻ്റെ ക്യാരക്ടർ ആക്കി ഞാൻ. കണ്ട ഗൈസ്, തൊപ്പിയും എൻ്റെ ചെറിയ മോഹച്ചായൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ ലൈവ് ചെയ്ത് കാണിച്ചു തരാമേ. കണ്ട ബാക്കിൽ ഇതുണ്ട്. കൊള്ളാമോ? കൊള്ളാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് 4th പാർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. 5th പാർട്ടിൽ നമുക്ക് ഞാൻ ഇതില്ലേ ഒന്ന് വെട്ടിയെടുത്തോട്ടെ ഗൈസ്. ഇതൊന്ന് ഓക്കെ 5th പാർട്ടിനുണ്ടല്ല, 5th പാർട്ടിൽ നമുക്ക് കണ്ട നിങ്ങളത് ഈ താഴെ കാണുന്ന സാധനം ഉണ്ടല്ല, അതൊക്കെ ഈ താഴെ കാണുന്നതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി ഒരു പ്രോപ്പർ ലുക്കിലോട്ട് കൊണ്ടുവരാം. അവിടെ നല്ല സ്റ്റെപ്പ് കയറി പോകാനുള്ള സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിട്ട്, അങ്ങോട്ടും കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ സോംബി ഒന്നും സ്പോൺ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ട, പിന്നെ ഇവിടെ ഒരു നല്ല സ്പോട്ടുണ്ട് ഗൈസ്. കണ്ട, ഇവിടെ നമുക്ക് നമ്മളെ പൂളൊക്കെ ആക്കി നല്ല സെറ്റാക്കി. എനിക്ക് കിട്ടിയ സ്ഥലം എന്തായാലും പൊളിയാണ് ഗൈസ്. കണ്ട, എൻ്റെ വീട് ഇഷ്ടപ്പെട്ട് എനിക്ക് വലുതായിട്ട് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 2ാമത്തെ നിലയും ഇവിടെ കുറച്ച് എക്സ്പാൻഡൊക്കെ നടത്തുമ്പം ഈ വീട് കാണാൻ കൊള്ളാതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരു പിഗ് പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഹെൽത്ത് ഭയങ്കര കുറവാണ് മക്കളെ. അത് പൊട്ടിപ്പോയി. മാറി അടി അവിടെ. ഓക്കെ, മീറ്റ് കിട്ടി. ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് കൂടും. കണ്ട, ഇന്ന് ഇത് കഴിക്കുമ്പോൾ 2 കൂടും. കണ്ട, ഈ പന്നി ഇറച്ചി കഴിക്കുമ്പോഴാണ് ഗൈസ് നല്ലതായിട്ട് കൂടുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പാലമായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ മാപ്പ് എടുത്തിട്ട് 7 ദിവസമാണ് ഇവിടെ സർവൈവ് ചെയ്തത്. സർവൈവ് അല്ല, താമസിച്ചത്. ഓക്കെ, നമ്മളിതങ്ങ് എടുത്ത് 1 2 3 4 5 പൊങ്ങി ഇവിടെയും. ഓക്കെ, നമ്മൾ ഇപ്പുറത്തും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വല്ലതും ചെയ്യണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് ഇതാ വരുന്നു ഗൈസ്. ഓക്കെ, ഉണ്ടാക്കി എവിടെ പിക്കാക്സ് എവിടെ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഈ ടോർച്ച് 60 1 സ്റ്റാക്കും 1/2 സ്റ്റാക്കും ഉണ്ട് ഗൈസ്. പിന്നെ എൻ്റെ പിക്കാക്സ് അല്ലല്ലോ, ആക്സ് എവിടെ, ആക്സും എടുത്ത്. പിന്നെ ഗൈസ്
നമുക്ക് ഈ ഒരു സാധനം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്തൊരു കോമ്പോസ്റ്ററും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇനി കുറച്ച് ഫാമൊക്കെ തുടങ്ങുമ്പോൾ ഇത് വയ്ക്കാം. ഓക്കെ, രാത്രി ആവട്ടെ പെട്ടെന്നാവട്ടെ. നമ്മൾ അങ്ങോട്ട് ഈ സൈഡിലോട്ടൊക്കെ ഈ ഫാമൊക്കെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ നല്ല നല്ല സെറ്റപ്സൊക്കെ ആക്കി ഞാൻ വയ്ക്കുന്നതായിരിക്കും. ഇനി അടുത്ത സീരീസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ സീരീസിൽ നമ്മൾ ആ പാലം മാത്രമേ വയ്ക്കുന്നുള്ളൂ. പിന്നെ ഗൈസ്, ഇതിൻ്റെ താഴോട്ടിറങ്ങുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, കണ്ട ഇതെനിക്ക് ഇവിടെ ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ അത്രയും പോയി എക്സ്പ്ലോർ ചെയ്ത് അവിടെ അത്രയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്ലാന്, അതേപോലെ എല്ലാം ഇവിടെ ചെറിയ ചെറിയ ഫാർംസൊക്കെ ഉണ്ടാക്കി അവിടെയും ചെറിയ ചെറിയ ഗാർഡന് എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ നമുക്കിവിടെ ഒരു നല്ല ഇതാക്കി എടുക്കാമെന്നുള്ളത് ഉള്ളു. കണ്ട ഇവിടെ ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ സോംബീസൊക്കെ പോണാനുള്ളതാണ് എന്താണെന്തോ. ഓക്കെ, ഞാൻ ഈ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതെടുത്തിട്ട് വരാം. പിന്നെ ഗൈസ്, ഇനി ഞാൻ ഈ വേൾഡിൽ ബെഡും കൊണ്ട് ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല. ഇനി എനിക്ക് കിട്ടിയോടത്തോളം മതി. ഓക്കെ ഓക്കെ, സ്ട്രിപ്പും ചെയ്ത് ഇതും കൂടെ ഒന്ന് ഇവിടെ വെട്ടി എവിടെ ഓക്കെ, ഇതൊന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനടുത്ത് ഇവിടെ വയ്ക്കാം. ഇതിവിടെ താഴെ വീണ ചത്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഗൈസ്, എൻ്റെ പാലം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എന്തിവിടെ ഒന്ന് വെക്കാൻ പറ്റാത്തത് എന്താണ് ബ്രോ, ഇത് പ്രശ്നം? ഓക്കെ, എൻ്റെ പാലം ഞാനൊരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ അങ്ങ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഗൈസ്. പിന്നെ ഇവിടെ ഒരു ടോർച്ചും കൂടെ രണ്ടിടത്ത് വയ്ക്കാം. എൻ്റെ കയ്യിൽ ടോർച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ കണ്ട അവിടെ കുറച്ച് ഇത് സ്റ്റോണൊക്കെ ഉള്ള ഇവിടെ ചെയ്തിരിക്കണം. അത് പിന്നെ എടുക്കാം. അവിടെ സ്റ്റോൺ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് അയണും കോളും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. സ്ട്രിപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെയും കൂടെ ഒരു 2 ലൈറ്റ് ഇങ്ങനെ, ഇവിടെ ഒരെണ്ണം, നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്റ്റോണും കൂടെ, സ്റ്റോണുണ്ട് ഡസ്റ്റ് വയ്ക്കാം. ഡസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെയും കൂടെ ഒരു സ്റ്റോൺ വെച്ച് നമ്മളിത് പൂർത്തിയായിട്ടുണ്ട് ഗെയിംസ് പാലം. ഓക്കെ, നമുക്ക് ഓടി ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാം. പക്ഷേ താഴെ വീണാതായി, ഇത്ര ഹൈറ്റിൽ നിന്ന് വീണാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. എത്രത്തോളം ഇഞ്ചറി ആയിരിക്കും വരണത്. ഫുൾ ക്യാരക്ടർ ഡൈ ആവും. ഇല്ല, ഇവിടെ മിച്ചാവും ചേടാൻ പറ്റും ചടി കിട്ടും. ഓക്കെ, ഭാഗ്യം. ഓക്കെ, ഇങ്ങനെ ഇതേപോലെ ഫെൻസ് ഇവിടെ ഇങ്ങനെ നിരത്തി വയ്ക്കാം. ഇതിൽ 4 ഉള്ളൂ. ഇനി അതും കൂടെ ഇതേ ഓക്ക് വെച്ച് ഉണ്ടാക്കാനാണ് ഇച്ചിരി പാട്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അഥവാ ഇങ്ങോട്ട് ചാടിപ്പോയാലും ചാടാനും ഒന്നിനും പറ്റൂല ഗൈസ്. ഇനി നമ്മൾ കണ്ട ഇങ്ങോട്ട് എവിടെ നിന്ന് അയ്യോ ദാണ്ട വരണം കുട്ടിച്ചാത്ത്. രാത്രി ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകില്ല ഗൈസ്. ഇതാണ് ഞാൻ പറയാം. ഇതും കൂടെ രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ പോയാൽ എല്ലാം എന്നെ തീർക്കും ഗൈസ്. ഞാനേ കുറച്ചും കൂടെ അതേപോലത്തെ ഫെൻസ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാണാം ഗൈസ്. ഓക്കെ, ഇപ്പം വരാമേ, ഒരു മിനിറ്റ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ അത് ഫെൻസ് കറക്റ്റ് നേരത്തെ പോലെ 9 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. തികയ 9 തന്നെ. ഇപ്പുറത്ത് 9, ഇപ്പുറത്ത് അയ്യോ ഇത് പോയി, അത് ഞാൻ എടുത്തോളാം. കറക്റ്റാവും. അതും തിരിഞ്ഞുപോയി. ഇതാണ് പ്രശ്നം. ഫെൻസ് വെക്കാൻ എനിക്ക് ഈ താഴത്തെ ഇത് കാണാൻ എനിക്ക് പേടി വരണം ഗൈസ്. എന്ന് വെച്ചാൽ വീഴുവോ എന്നൊരു പേടി. പക്ഷേ നമ്മൾ പേടിക്കരുത്. ഓക്കെ, നമ്മളതിൽ കുറച്ചും കൂടെ ഈ സംഭവം ഉണ്ട്. അതൊന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് വെച്ച് ഇവിടെ ഇതങ്ങ് നിരത്തി വെച്ചാലേ ഒരു സ്റ്റെപ്പ് പോലെ ഇതൊന്ന് വയ്ക്കാം ഗൈസ്.
അല്ലെ ഇതില്ല വെട്ടിയെടുത്തോട്ടെ. കുറച്ചും കൂടെ ഡിസൈനിലൊരു വ്യത്യസ്ത വരുത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ വെക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് മതി ഗൈസ് ഡിസൈൻ. ഇപ്പുറത്തും കൂടെ ജസ്റ്റ് ഒരു പൊക്കത്തിന് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി, ഇല്ലേ പൊങ്ങാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒന്ന് മണ്ടയിലോട്ട് പോകാൻ വേണ്ടി ജസ്റ്റ്. അതായത് ഫുള്ളാക്കണം ഗൈസ്, ഫുള്ളൊന്നും ആക്കണ്ട, ഇത്ര മതി ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വരട്ടെ. ഇല്ലേ ഇതൊന്നിവിടെ, 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 ഇതൊന്നിവിടെ ഗൈസ്. സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. ഓക്കെ അല്ലേ വേണ്ട, ഇവിടെ ഫുള്ളും ഇങ്ങനെ നിരത്താം. എന്നിട്ട് ഇവിടെയും കൂടെ അത് ഇങ്ങനെ നിരത്തിയിട്ട് ഇവിടെയും കൂടെ എന്ത് ആവാത്ത ഇതിൻ്റെ താഴെ ഇതുണ്ട്, ഇതിവിടെ വയ്ക്കാം. അതിൻ്റെ താഴോട്ട് തന്നെ ഇതും ഈ പന്നിക്കുട്ടി ഇവിടെ പോകണം. ഓക്കെ ഇവിടെ ഇത്രയും വലിയ സ്റ്റെപ്പ് കയറി മണ്ടയിലെത്തി നേരെ പോകുന്നു. പാലം കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ കഴിയും. ഇത് ഈ ബ്രിഡ്ജിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പണി അങ്ങനെ ഗൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ സ്റ്റെപ്പും അതും ഇതുമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് സെറ്റാക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇല്ലേ ഇതൊന്ന് ജസ്റ്റ് ഇവിടെ കൂടെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമില്ല, കിടക്കട്ട്, ഒരു ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി പ്ലീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഗൈസ് നമ്മൾ അവസാനത്തെ ബ്രിഡ്ജിൻ്റെ ഒരിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യണേ.